ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതല്ലേ, ഈ ഇരിക്കുന്നതൊക്കെ എന്താല്ലേ, ദേമോൻ്റെ ബോൾ കിടക്കുന്നുണ്ട്, ദേമോൻ്റെ എല്ല് കിടക്കുന്നുണ്ട്, ബോൺ കിടക്കുന്നുണ്ട്, കുഞ്ഞടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എന്താണെന്നൊക്കെ വീഡിയോ കൂടെ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാനേ നമ്മുടെ പെറ്റ് കടയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് സുപരിചിതമാണ് ഈ മോഹവും കടയിൽ. അപ്പോൾ അവൻ്റെ ബെഡ് വന്നിട്ടുണ്ട്, ഒന്ന് നോക്കുന്ന ഇതേതോ ബെഡ് ലാബ് लार्ज चाहिए, लार्ज चाहिए, लैब को हो जाएगा तो वो बेड आया. अब ഞാനേ അവൻ്റെ ഡ്രസ്സ് മേടിക്കാം, അവന് കുറേ ഡ്രസ്സുണ്ട് കേട്ടോ. എന്നാലും ഡ്രസ്സ് മേടിക്കാൻ വന്നപ്പോൾ അവൻ്റെ 28 അവൻ്റെ ഇത്. അപ്പോൾ 28-ന് 1 കിട്ടി, പിന്നെ ഒന്ന് 30 കിട്ടി, 30. ബാക്കി ഇനി പിന്നെ വരുള്ളൂ. ബാക്കിയുള്ള 24, 25 ഒക്കെയാണ്. അത് അവന് കഴുത്ത് ശരിയാവൂല, കയറൂല. അപ്പോൾ ഇത് രണ്ടും ഞാൻ മേടിച്ചു. ഇനി ബാക്കിയുള്ള കളറൊക്കെ കുറേ കളർ ഇവന് ഈ കളറൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മേടിച്ചു. പിന്നെ അവന് പ്യുവർ പെറ്റ് മേടിച്ചു. പിന്നെ ഇപ്പോൾ മോളിപ്പോൾ വരും. മോൾ ഇവിടെ ഒരു സ്ഥലത്ത് വരിക്കണാണ്, എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയി കേട്ടോ റഷ്യയിൽ. ഈ വാല ഫ്ലോർ വാല എക്റ്റു ഹോൾഡ് ഞാനപ്പോൾ ബെഡ് ഇവിടെ വന്നു കേട്ടോ. ബെഡ് റൗണ്ടാണ് കിട്ടിയത്. നമ്മുടെ ഫ്ലോർ വാഷ് കേട്ടോ, കനാൽ വാഷ്. ഇത് കൊച്ചിൻ്റെ 2 കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ 30 ഇത്തിരി വലുതായിരിക്കും, എന്നാലും അവന് ഓക്കെയാണ്. പിന്നെ 28-ൻ്റെ കിട്ടി. പിന്നെ ഇനി കൊണ്ടുവന്നിട്ട് വിളിക്കും കേട്ടോ. ഇപ്പോൾ ഒരു 3-4 ഉണ്ടല്ലോ. പിന്നെ അത് ഈ ബെഡ്, ഇതാണ് അവൻ്റെ ബെഡ്. അപ്പോൾ ബെഡ് വാങ്ങി ഇത് കണ്ടോ. ഓക്കെ ठीक है चलेगा है ना, एकदम चलेगा. ये लोग एराम सोएगा नहीं है ना, एराम करे सोता. अब ठंडे का मौसम में ये सबसे बढ़िया है. हाँ അപ്പോൾ ബെഡ് ഇതാണ് കേട്ടോ, ഏറ്റവും ലോങ് ബെഡ് ഇതാണ്. മറ്റേ हम लोग का काट में थे सोया था, वो काट में सोता है. बीच बीच में नीचे होगा ना, नीचे ठंडा, इसलिए वो लेता है. अभी क्या ना ये गर्म ना थोड़ा सा गर्म महसूस करेगा, समझता है. एसी रूम में भी हो जाएगा ना ये वाला. ठीक है, ये बड़ा है, ये बड़ा है. ठीक है, रखता हूँ. ये तो अच्छा है. नहीं उसको पाँव ठीक नहीं, हाथ ठीक नहीं, तो छड़ के ऊपर उतरने के लिए होगा, नहीं तो ये चलेगा. कौन सा डॉग है आपका? लैब एकदम लंबा चौड़ा है, इसमें आ जाएगा एकदम आएगा. हाँ. മോനെ ഒരു ടൈ വാങ്ങിയേ ഫ്രണ്ട്സ്. അപ്പോൾ നോക്കട്ടെ, ഇത് എലാസ്റ്റിക് വേലാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് നോക്കട്ടെ. ഇവന് ഇത് എലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ അവൻ്റെ കഴുത്തിൽ കൊള്ളും. ആദ്യം ഒന്ന് നമ്മൾ ട്രൈ ചെയ്തിട്ട് പിന്നെ വന്നു. എന്തൊക്കെ അവന് വാങ്ങിയിരുന്നാലും പിന്നെയും വാങ്ങണം കേട്ടോ. ഇപ്പം തന്നെ ഡാഡി വഴക്ക് പറഞ്ഞു, കുറേ ഡ്രസ്സുണ്ട് അവന് എന്തിനാന്ന്. എന്നാലും മോൾക്കും എനിക്ക് വാങ്ങണം. ബ്ലാക്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഇപ്പോൾ ഈ കളറുണ്ട്, ബ്ലൂ ഉണ്ട്. അവന് ഇനിയും ബ്ലാക്കൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതും വാങ്ങണം. അവന് ഇരിക്കട്ടെ എന്നേ. അവന് രാവിലെയും വൈകുന്നേരമൊക്കെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതല്ലേ ഞങ്ങൾ. അപ്പോൾ ബെഡ് ഞങ്ങൾ ഇത് വാങ്ങി കേട്ടോ. ഇത് വാങ്ങി ബെഡ്. അപ്പോൾ ബെഡ് എന്ന് പറഞ്ഞാൽ അവൻ ബെഡിലാണല്ലോ കിടക്കുന്നത് ഫ്രണ്ട്സ്, നമ്മുടെ കട്ടിലാണ് കിടക്കുന്നത്. എന്നാലും ചില സമയം അവനെ താഴെ ഇറങ്ങുവേ. അപ്പോൾ അവനൊന്ന് കിടക്കാനാണ്. അപ്പോൾ ഇത് കൊടുത്താൽ അവൻ അതിൽ കിടന്നോളും. ഇതൊക്കെ കൊണ്ടുപോകുമ്പോഴേ എൻ്റെ മോൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒന്ന് നോക്കണേ. അറിയാമല്ലോ അവർക്ക് അലർജി ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ 1 ബോട്ടിൽ 2 ബോട്ടിൽ മേടിച്ചു. ഈ ലൈസിൽ ഡെറ്റോളൊക്കെ നിർത്തി കേട്ടോ. പിന്നെ പ്യുവർ പെറ്റ്. ഇത് മണി മേടിക്കുന്നില്ല, വരെ ഞാൻ 2 ഡ്രസ്സ് മേടിക്കുന്നുള്ളൂ. പിന്നെ അവർ വരുമ്പോൾ എന്നെ വിളിച്ച് പറയും എടുത്തോ. പക്ഷേ പിന്നെ വേണ്ട നാളെ കൊണ്ടുപോയിട്ട് വേണ്ട. ഒരു വലുതെടുക്കുക, അവന് വെച്ചോണ്ടിരിക്കും. छोटा वाला नहीं चाहिए, बड़ा वाला दीजिए. ഇവിടെ കാണാനില്ല കേട്ടോ, കുറേ ഇല്ല. അപ്പോൾ 2 എടുത്തോളൂ. ഇനി അവർ വരുമ്പോൾ വിളിക്കും. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ വരുമ്പോൾ വിളിക്കും. ബോൺ മേടിച്ചില്ലേ? ഇല്ല, കിട്ടുന്നില്ല.
അപ്പോൾ ഞാനും മോളുമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്നു. മോളതേ ഇവിടെ കൊണ്ട് കണ്ടു, ഇതിവിടെ ഇപ്പുണ്ട്. അവിടെ എന്നെ കൊണ്ട് നാക്കിയിട്ട് ഒരു സ്ഥലം വരെ പോയി. എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനും എല്ലാം മേടിച്ച് കഴിഞ്ഞ് ഇവിടെ നിൽപ്പുണ്ട് മോള്. കണ്ടോ, ഇതാണ് എൻ്റെ മോള്. കണ്ടല്ലോ ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകണം കേട്ടോ, ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. മോള് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. ഓക്കെ ബൈ. സോമവാരം നമുക്ക് കപ്പട ലാണിക്കട്ടെ ഫോൺ ഷാമ്പു ഇറങ്ങി ദേ പോന്നു. ശരി കിടന്നോ. അതിൻ്റെ അകത്ത് ഷീറ്റ് ആ ചേച്ചി മാമിയും ബെഡൊക്കെ മേടിച്ചോണ്ട് വന്നോ. അവിടെ കിടന്നോ. ഇതിൻ്റെ അകത്ത് പോ. ഇതിൻ്റെ അകത്ത് പൊന്നോ ഹാബിറ്റ് ആവുവാൻ. ബാ നീ ഇവിടെ കയറി ബാ. ഇവിടെ കയറ് പൊന്നാ. ആ ബാ ഇവിടെ ഇവിടെ കയറി കിടന്നോ പൊന്നിൻ്റെ. ആ ഷീറ്റ് മുകളിൽ വിരിച്ചു കൊടുത്താൽ മതി. ഇത് കുഷനാണ്. ആ കയറി കിടന്നോ, കാണിക്കൂല പൊന്നിനെ. ആ വേച്ച് അടി ചവിട്ടല്ലേ. ആ കൊച്ചു കയറി ബാ ഇവിടെ കയറിക്കോ. ആ ഗുഡ് ബോയ് ചേച്ചി കയറി വാ. കിടന്നോ അവിടെ കിടന്നോ. വാ ഇവിടെ കയറി പൊന്നി കയറി. ആ കയറി. എൻ്റെ മോന് ബെഡ് മേടിച്ചോണ്ട് വന്നല്ലേ മമ്മി. ആ അതെ വന്നോ ഇവിടെ കയറി. അതേ ചേച്ചി കയറി. ആ ചേച്ചി കയറുമ്പോഴേ വാ കിടന്നോ. അവിടെ കിടന്നീ സോജ തറയിൽ ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കണം കേട്ടാ. ആ അച്ഛതേ ആ അതാണെന്ന്. ആ ഇതിൻ്റെ മുകളിൽ ആ ഷീറ്റ് വിരിച്ചാൽ മതി. അപ്പം ഇത് നഖം കൊണ്ട് കീറൂല. ഇത് കണ്ടോ. അപ്പം ബെഡ്റൂമിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കാം. അതെ കണ്ട. കിടന്നോ. മോൻ താഴെ ഇറങ്ങുമ്പോൾ ബെഡിൽ കയറുമ്പോൾ ബെഡിൽ കിടന്നോണം. താഴെ ഇറങ്ങുമ്പോൾ ഇവിടെ കിടന്നോണം കേട്ടാ. ആ അവിടെ കിടന്നോ. എന്നാ ബെഡിൽ കിടന്നോ. നമ്മുടെ പൊന്നിന് വേണ്ടി ബോള് മേടിച്ചോണ്ട് വന്ന് എൻ്റെ മോൻ കണ്ടിട്ട് എക്സൈറ്റ്മെന്റ്. ഇത് ബിസ്ക്കറ്റ്. അതെ പൊന്നോ ബാ പൊന്നിൻ്റെ ഉപ്പ് ഇവിടെ. കൊച്ചിൻ്റെ ഡ്രസ്സ് മേടിച്ചത് മമ്മ. ആ അത് കണ്ട ഡ്രസ്സ് കണ്ട. ആ അത് കണ്ടു നോക്കുന്നേ. രണ്ടെണ്ണം മേടിച്ചു മാമ, രണ്ടെണ്ണം. ദേ ഓ തുള്ളി ചാടണ സന്തോഷം കൊണ്ട് ചക്കൻ. ഇത് കണ്ടോ രണ്ടെണ്ണം. ഇതേത് സ്കൂബിയുടെ ആണോ ഈ ബോള്? ഇത് കണ്ടോ ബോള്. ആ കൊണ്ടുപോക്കോ. ആ ആ ദേ കളിക്കുന്ന. ഇതെന്താ ടൈ? പൊന്നിന് ടൈ. പൊന്നോ നമ്മുടെ പൊന്നിന് ടൈ അടിയിടി. എടി സുന്ദര കോതാ ഇങ്ങോട്ട് വാടാ. ബോ ലാസ്റ്റിക് കളിയാണ്. എന്നാ കെട്ടിത്തരാ ബാ. ഓ ആ ബോള് കളിക്കാത്ത. ഇതുപോലത്തെ എത്ര ബോള് നീലുണ്ട്. ഇത് കണ്ടോ ബോളിലാണ് നീലുണ്ട്. ബോള് കളിക്കേണ്ട ഇൻട്രസ്റ്റ് ആണ്. മോള് പറയണേ വിട്ടൊക്കെ പിന്നെ ബോ ചെയ്താൽ അതിൻ്റെ പേര് ബോ. അത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഇവൻ്റെ കഴുത്തിന് പറ്റിയത്. ഓ കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതൊക്കെ കണ്ടല്ലോ. ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നീ ഇത് നോക്ക് മാമോ കളിക്കുന്നത്. ആ ഓ എന്താണ് കണ്ടില്ലേ നിങ്ങൾ? ആ ബോൾ മേടിച്ചോണ്ട് ഇത് കണ്ടില്ലേ? ആ മെസ്സി ഗോളടിച്ചേ. കണ്ട് മാമി. ആ മെസ്സിയുടെ ബ്രദർ. ചേച്ചി പറയണ മെസ്സിയുടെ ബ്രദർ. ഓ ഗോളടിച്ചു. ഓ എൻ്റെ പൊന്ന് എന്താണ് സന്തോഷം നോക്ക്. ബോള് ആ 1-2 ദിവസം ഉണ്ടാവും. എടുത്തോണ്ട് വാ 1-2 ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോഴോ ഇതുപോലത്തെ 3-4 ഇതേ കളറിലുണ്ട്. എവിടെ എന്നിട്ട് 2 റെഡ് ഉണ്ട്, ഒരു ബ്ലൂ ഉണ്ട്, ഒരു പിന്നെ
ഇതുപോലത്തെ 2 ബോളുണ്ട്. എവിടെ കാണിച്ചു തരാം മാമി, നാളെ കാണിച്ചു തരാം. ഇതേ കളറിൽ 2 ബോളുണ്ട്, റെഡ് കളർ 2 ബോളുണ്ട്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കടിച്ചാലും പോവാത്ത മെറ്റീരിയൽസാണ്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട്. ബ്ലൂ, ശരിക്കുള്ള ബ്ലൂ ഉണ്ട്. ഇത് വയലറ്റാണ്. അച്ചൂ അച്ചൂ, ഇതേ ചേച്ചിയെ കൊടുക്കട്ടെ. കണ്ടോ 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 കണ്ടോ, നിങ്ങൾ കണ്ടോ കളിയൊക്കെ കണ്ടോ? ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കണ്ടോ. എൻ്റെ മോൻ കിടക്കാൻ പഠിച്ചു കേട്ടോ, സുഖമായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ കണ്ടോ, കൊടുത്ത കേട്ടോ. ഇത് ടൈറ്റൊന്നും അല്ല കേട്ടോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ ലൂസാണ്. ഇത് എലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ ഇത് ലൂസാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആര് ടൈറ്റെന്ന് വിചാരിക്കരുത്. ഞാൻ ഇത് കണ്ടോ, എലാസ്റ്റിക് ടൈപ്പാണ്, ഭയങ്കര എലാസ്റ്റിക്കാണ്. ഇവൻ ഇടുന്തോറും അത് വലിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഇത്രയും എലാസ്റ്റിക് ടൈപ്പാണ്. അപ്പോൾ ആ ബോ ഒന്ന് കെട്ടിക്കൊടുത്ത് അത് കാണിച്ചു കൊടുത്ത ആൻറ്റിമാർക്കൊക്കെ. ബോ എലാസ്റ്റിക് ടൈപ്പാണ് കേട്ടോ, അല്ലാതെ വേറെ അത്ര ടൈറ്റൊന്നും അല്ല. ഇത് ഭയങ്കര എലാസ്റ്റിക്കാണ്. ഇത് കണ്ടോ, അത് ഇട്ടിട്ട് അത് വലിഞ്ഞോളും ഒന്നും കൂടെ. അപ്പോൾ സുന്ദരനായില്ലേ ഫ്രണ്ട്സ്? ബെഡായി, ബോളായി, മോന് ബെഡായി, ബോളായി. ഈ ഡ്രസ്സ് ആരുടെയാണ്? സ്കൂബിയുടെ ആണോ? സ്കൂബിയുടെ ആണോ ഡ്രസ്സ്? ഇത് സ്കൂബിയുടെ ആണോ? ഇത് സ്കൂബിയുടെ. ഇനിയും കൊണ്ടുവരും കേട്ടാ. ഇപ്പം മോന് ബ്ലാക്ക് ഉണ്ട്, ഇത് ഇപ്പം ഇട്ടേക്കണ ബ്ലാക്ക്, ഇതുപോലത്തെ ബ്ലൂ ഉണ്ട്, വേറൊരു ഇതുപോലത്തെ കളറുണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഇപ്പം പിന്നെയും ഒരേ കളറിൽ തന്നെ 2 എണ്ണം ഉണ്ട്. ഇപ്പം ഇനിയും കൊണ്ടുവരും. ഇച്ചി ബെഡ് ഇഷ്ടപ്പെട്ട പൊന്നിന്. എന്നാ ബെഡിൽ ഡാഡി ഷീറ്റ് വിരിച്ചു കൊടുത്തതാ കേട്ടോ, അല്ലെങ്കിൽ ആ നഖം കൊണ്ട് ആ കുഷൻ കീറൂലേ. ബെഡ് കൊള്ളാമോ പൊന്നിന്? എൻ്റെ പൊന്നിന് എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് നോക്കി. ബെഡ് കൊള്ളാമോ? ബെഡ് കിടന്നോണം കേട്ടോ ഡാഡിയിലൂടെ കേട്ടാ. ഇത് താഴെ വരുമ്പോൾ പൊന്ന്, ഇപ്പോൾ തണുപ്പ് വന്നില്ലേ, ഇപ്പോൾ താഴെ വരുമ്പോൾ പൊന്ന്, എൻ്റെ പൊന്ന് വയസ്സായൊക്കെ വന്നില്ലേ. വയസ്സായൊക്കെ വരുമ്പോൾ എൻ്റെ പൊന്നിന് കയ്യിൽ കാലിലൊന്നും വരാൻ പാടില്ല ഒന്നും. അപ്പോൾ ബെഡിൽ കിടന്നോണം. AC റൂമിലായാലും ബെഡിൽ കിടന്നോണം എൻ്റെ പൊന്ന്. അതിന് വേണ്ടിയാണ് മമ്മ മേടിച്ചത്. കണ്ടില്ലേ എൻ്റെ പൊന്നിന് ബെഡ്. ബാ ഇവിടെ ബാ, കയറി 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 ബാ കയറി ബാ അമ്മയുടെ പൊന്ന് ബാ അമ്മ കയറുന്നത്. ദേ വന്നേ, കയറി ബാ വന്നേടാ. അപ്പോൾ എൻ്റെ മോന് ഭയങ്കര സന്തോഷം കാര്യമൊക്കെ. അവൻ്റെ ബോള് കളി, അവൻ്റെ പുതിയ ബോള് കിട്ടിയപ്പോൾ ഉള്ള ബോള് കളിയൊക്കെ ഉണ്ടോ എൻ്റെ ഫ്രണ്ട്സ്. അതുപോലത്തെ ബോള് ഞാൻ കാണിച്ചു തരാം എത്ര എണ്ണം ഉണ്ടെന്നേ. അതേ കളറിലെ അതേ മെറ്റീരിയൽ പച്ച, അതിൻ്റെ മുള്ളൊക്കെ കടിച്ചു കളഞ്ഞു. കണ്ടോ, ബോളെന്ന് പറഞ്ഞാൽ ജീവനാ. അപ്പോൾ പുതിയ ബോൾ അവിടെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, അതേ മെറ്റീരിയൽ മുള്ളൊക്കെ കടിച്ച് കളഞ്ഞിട്ട് ദേ അതുപോലത്തെ മെറ്റീരിയൽ അതേ ബോളാണ് കേട്ടോ. ദേ ചുവന്ന ബോൾ, അതേ മെറ്റീരിയൽ ഈ മുള്ളു പോലത്തെ ഒക്കെ അവൻ കടിച്ച് കളഞ്ഞു. ഇനിയുണ്ട് കേട്ടോ, ഇനിയും കാണിച്ചു തരാം. ഇനിയുണ്ട് അതുപോലത്തെ ബോൾ തന്നെ, ഇനി എവിടെയൊക്കെ കിടക്കുന്നുണ്ട്. വേണ്ട, ഇതൊക്കെ ബോളുകളൊക്കെയാണ് അവന്. കണ്ടില്ലേ, അവന് ഇഷ്ടം പോലെ ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ കടിച്ച് തിന്നുകൊണ്ട് കൊടുക്കാത്ത. അത് വേണ്ട. ഇനി ഇത് ഈ ചുമപ്പൊക്കെ ഉണ്ട്, ഇതുപോലത്തെ ചുമപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കണം, കട്ടിലിൻ്റെ അടിയിലൊക്കെ കിടക്കുന്ന. എത്ര ബോളായി പൊന്നിന്. ആ പുതിയത് എടുത്തോണ്ട് വാ. ഇത് വച്ചക്കമ്മ എവിടെ കണ്ടില്ലേ. ഇങ്ങനെയൊക്കെ കയറി നിന്ന് നോക്കണം, ഭയങ്കര സന്തോഷവാനായിട്ടെ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാത്രി ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ കണ്ടല്ലോ, എൻ്റെ മോൻ്റെ ടോയ്സും ബെഡും എല്ലാം കണ്ടല്ലോ. അപ്പം ബോളിലാണ് നോട്ടം, അവൻ്റെ ബോൾ കളി. ആ പുതിയ ബോൾ അവിടെ കിടപ്പുണ്ട്, കാണിച്ചു തരാം. അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. മാറി കേട്ടാ, അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കണ്ടോ ബോള് കണ്ടോ. ഇനി ചുവന്ന ബോളും ഉണ്ട്, ഇതുപോലത്തെ 2 എണ്ണം. ഭയങ്കര സന്തോഷവാനായി. അപ്പോൾ മോൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ബെഡ് വിരിച്ചു കൊടുത്തതേ, ഇല്ലെങ്കിൽ അവൻ ആ നഖം കൊണ്ടിട്ടാൽ വല്ല കീറിക്കളഞ്ഞാലോ എന്ന് വിചാരിച്ച. അപ്പോൾ ഇപ്പോൾ എന്നോട് ശാന്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ബെഡ് കൊണ്ടുവന്നില്ലേന്ന്. നമ്മൾ ഓർഡർ കൊടുത്ത് ഈ തണുപ്പ് സമയത്ത് ഇത് പുറത്തേക്ക് ഇറങ്ങി വരുവോളേ. അപ്പോൾ അങ്ങനെ ദേ കണ്ടോ, ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ മോൻ ഭയങ്കര സന്തോഷവാനായി. ഇനി എൻ്റെ കൊച്ചിന് ചിക്കൻ കൊടുക്കട്ടെ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. എൻ്റെ മോൻ്റെ ഡ്രസ്സും ബെഡും ബോളും മോൻ്റെ ബോള് കളിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
പിന്നെ എല്ലാവരും ഒന്ന് മെസ്സേജ് പടാന്ന് മെസ്സേജ് ചെയ്യണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരോ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ തന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവന് ഹായ് തരുന്നു, പെട്ടെന്ന് ഹായും ടാറ്റയൊക്കെ തരുന്നു. ഒന്ന് നിർത്ത് മമ്മി എന്നാണ്. ടാറ്റ പറഞ്ഞേ, ടാറ്റ ആൻറ്റിമാർക്കൊക്കെ ടാറ്റ പറ പൊന്ന, ടാറ്റ പറ പൊന്ന. ആ പൊന്നിൻ്റെ ബോ ദേ ബോ, പൊന്നിൻ്റെ ബോ കണ്ടല്ലോ. ടാറ്റ പറഞ്ഞേ, ടാറ്റ ഒന്നും കൂടെ ടാറ്റ പറ. അമ്മ ഈ കൈ കൊണ്ട് ടാറ്റ കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ മോൻ്റെ എല്ലാ സാധനങ്ങളും കണ്ടില്ലേ, എൻ്റെ മോന് മേടിച്ച എല്ലാ സാധനങ്ങളും നിങ്ങൾ കണ്ടില്ലേ. ഉടുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ മേടിച്ചു, ഇനിയും ഓർഡർ കൊടുത്തിട്ടുണ്ട്, വരും. 28-30 ഇല്ല അവിടെ. അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. ഇതേണ്ട ഇതുപോലെ നമ്മളെ ബെഡിൽ കിടന്നാൽ അവൻ ഇതുപോലെ താഴെ കിടക്കും, അതിനാണ്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.